ഉപദേശം കൊടുത്തു കേട്ടു. ഓ, അതിനു മുൻപ് അതവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ഏൽപ്പിച്ചു തന്നിട്ട് പോയിരിക്കുന്നത്. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നവരാ. അതെന്താ ടീച്ചർ ഓർക്കാത്തെ? നിങ്ങൾക്ക് തിരിച്ചറിവ് കൂടുതല, അവൾക്ക് തീരെ കുറവ്. എന്തിനാ ആ കുട്ടിയെ കൂടി സ്പോയിൽ ചെയ്യുന്നത്? പാവ അത്. എന്ത് സ്പോയിൽ ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? അത് ഞാൻ അവളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങൾ ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ. കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് പറയാൻ ശ്രമിക്കേണ്ട ഏരിയാമേ. ലീല പാവമായിരിക്കാം. അവൾക്ക് ഈ സമുദായത്തിന്റെ വിലക്കുകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അവൾ തന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി, ഇവിടെ നിൽക്കുകയാണോ? അപ്പൂട്ടിനുള്ളപ്പോൾ എനിക്കെങ്ങനെ പേടിയില്ല. അപ്പൂട്ടൻ പറയുന്നതെന്ത് മത്സരിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. ഞാൻ പോട്ടെ. ലീലയല്ല, ലീലയുടെ അച്ഛനാണ് മറുപടി പറയേണ്ടത്. ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടിയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞേ, ഞങ്ങൾ പാവങ്ങളാണ്. വാ, നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഇത് തീരുമ്പോഴേക്ക് ഇരുട്ടും. ചേച്ചി പൊക്കോളൂ, ഞാനും മൃദുലയും കൂടി വന്നോളാം. എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വായി നോക്കി നിൽക്കുന്നത്? ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ? ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട. ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ദേ കുട്ടി, തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ അങ്ങേര് പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ.